സമാധാനത്തിൻ ദൂതുമായി ഒലിവിലമീടിയ ഇവിടെ തിരുവചനധ്യാനങ്ങളാൽ നിറയുന്നു ഈ അന്തരീക്ഷം. സ്നേഹത്തിൻ സാന്ത്വനമേകാൻ, ദൈവകൃപയിൽ വളരാൻ സ്വാഗതമോതുന്നു ഞങ്ങൾ ഒലിവില മീഡിയയിലേക്ക്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇൻസ്റ്റന്റ് കോഫിയുടെയും ഫാസ്റ്റ് ഫുഡിന്റെയും ഒക്കെ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ഒന്നിനു വേണ്ടിയും കാത്തിരിക്കുവാനുള്ള ക്ഷമയില്ല എന്ന് പറയുന്നതാവും ശരി. ചൈനീസ് മുള നട്ടു കഴിഞ്ഞാൽ ആദ്യത്തെ 4-5 വർഷങ്ങൾ മണ്ണിന് പുറത്തേക്ക് യാതൊരുവിധ വളർച്ചയും കാണില്ലത്രേ. എന്നാൽ 5-ാം വർഷം ഒരു 6 ആഴ്ചയ്ക്കുള്ളിൽ 80 അടിയിലധികം ഉയരത്തിൽ വളർന്നു പോകുമെന്നും പറയപ്പെടുന്നു. അത്രയും നാൾ അത് വളരുന്നില്ല എന്ന് നാം ചിന്തിക്കുമെങ്കിലും മുള തന്റെ വേരുകളെ മണ്ണിലേക്ക് ആഴത്തിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്, കൂടുതൽ ശക്തിയോടെ വളരാൻ. കാത്തിരിക്കുക എന്നത് മടുപ്പും സമയനഷ്ടവും ഒക്കെയായി നാം കരുതുമ്പോൾ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് കാത്തിരിപ്പ് നഷ്ടത്തിന്റെ കാലമല്ല, മറിച്ച് കൃപയിൽ മുതിർന്നു വരുവാനുള്ള ദൈവിക അവസരമാണ് എന്നത്രേ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 47 മുതൽ 52 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ 12-ാം വയസ്സിൽ തന്നെ കേൾവിക്കാരെ അതിശയിപ്പിക്കുന്ന ജ്ഞാനമുണ്ടായിരുന്നിട്ടും തന്റെ പരസ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ യേശു പിന്നെയും നീണ്ട 18 വർഷങ്ങൾ കാത്തിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. യെരുശലേമിലെ ദൈവാലയത്തിൽ നിന്നും നസ്രത്തിലെത്തി മാതാപിതാക്കൾക്ക് കീഴടങ്ങി ജീവിച്ച ആ സമയങ്ങളെക്കുറിച്ച് വേദപുസ്തകം നൽകുന്ന ഏക വിവരണവും ഇതാണ്. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. നസ്രത്തിൽ ഭവനത്തിന്റെ സ്നേഹത്തണലിൽ ദൈവകൃപ തിരിച്ചറിയാനും ആ കൃപയിൽ വളരുവാനും ദൗത്യത്തിനായി ഒരുക്കപ്പെടാനുമുള്ള നീണ്ട കാത്തിരിപ്പ് യേശുവിന്റെ ജീവിതത്തെ തന്നെ രൂപപ്പെടുത്തിയ സമയമാണത്. ഏതൊരു യഹൂദ ബാലനെയും പോലെ ബാല്യത്തിൽ തന്നെ തിരുവചനം ഹൃദയസ്ഥമാക്കിയെങ്കിലും യേശു കൂടുതലായി ദൈവവചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും സമയം കണ്ടെത്തി. മാത്രമല്ല, മാതാപിതാക്കളുടെ നന്മ കണ്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനും സാധിച്ച ഒരു കാലഘട്ടം. തച്ചനായ യോസേഫിന്റെ പണിശാലയിൽ നിന്നുമാവാം ക്ഷമയും ഏറ്റെടുക്കുന്ന ജോലിയോടുള്ള ഉത്തരവാദിത്വവും ന്യായവും നീതിയുമുള്ള പെരുമാറ്റവും ഒക്കെ ശീലിച്ചിരിക്കുക. അതുപോലെ തന്നെ സമർപ്പണവും അപരനോടുള്ള ആദരവും കരുതലും സ്നേഹവും ആർദ്രതയും എല്ലാം മറിയയിൽ നിന്നും പഠിച്ചതാകാം. യേശുവിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന പല നല്ല പതിവുകളും ഭവനത്തിൽ മാതാപിതാക്കളോടൊപ്പം വസിച്ച ആ നിശബ്ദ കാലയളവിൽ അവരിൽ നിന്നും സ്വായത്തമാക്കിയതാണ് എന്നതിൽ സംശയിക്കേണ്ട കാര്യമില്ല. ദൈവവുമായി മാത്രമല്ല മനുഷ്യനുമായുമുള്ള സംസർഗത്തിലും വളരുവാനും കൂടുതലായി കൃപയിൽ മുതിർന്നു വരുവാനും ഈ കാത്തിരിപ്പ് കൊണ്ട് സാധിച്ചു. കൃപയിൽ വളരാനുള്ള കാത്തിരിപ്പിന്റെ ആദ്യപടി ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിപ്പോക്കാണെന്ന് ഹോശേയ പ്രവാചകൻ പറയുന്നു. ദൈവത്തെ അറിയുവാൻ നാം ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന യഹോവയെ കാട്ടിത്തരുന്നുണ്ട് പ്രവാചകൻ. താൻ ദൈവപുത്രനായിരുന്നിട്ടും ദൈവഹിതം ചെയ്യാനായി നിശ്ചയിക്കപ്പെട്ട സമയം വരുന്നതുവരെ യേശു തന്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. വിനയപൂർവമായ ഈ വിധേയത്വമാണ് കൂടുതൽ ദൈവകൃപയിൽ മുതിരുവാൻ കർത്താവിനെ സഹായിച്ചത്. നിയന്ത്രണങ്ങളും കാലതാമസങ്ങളും പലപ്പോഴും നമ്മെ അസ്വസ്ഥതപ്പെടുത്താറുണ്ട്. എന്നാൽ അവയൊന്നും നമ്മെ തളർത്തുവാനല്ല, മറിച്ച് ദൈവഹിതത്തിന് അനുയോജ്യമാകും വിധം നമ്മെ രൂപപ്പെടുത്തുവാനുള്ള അവസരങ്ങളാണെന്ന് തിരിച്ചറിയാനുള്ള ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത്. നസ്രത്തിൽ യേശു ചെലവഴിച്ച 18 വർഷങ്ങൾ ഇന്ന് നമ്മെയും വെല്ലുവിളിക്കുന്നുണ്ട്. വചന പഠനത്തിനായും ദൈവിക ജ്ഞാനം പ്രാപിക്കുന്നതിനായും ഞാനും നിങ്ങളും എത്ര സമയം ചിലവിടാറുണ്ട്? നമ്മുടെ ഇടപെടലുകൾ, സംസാര രീതികൾ, മറ്റുള്ളവരോടുള്ള പെരുമാറ്റങ്ങളൊക്കെ സഹചരെ സ്നേഹിക്കുവാനും കരുതുവാനും മക്കളെ പഠിപ്പിക്കുന്ന രീതിയിലാണോ? ദൈവവുമായുള്ള നമ്മുടെ ബന്ധം എപ്രകാരമാണ്? പലപ്പോഴും പലരും ആത്മീയമായി ഉയർച്ച വരുമ്പോൾ ബന്ധങ്ങളെ തള്ളിക്കളയാറുണ്ട്. എന്നാൽ കർത്താവ് ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ ഒരുപോലെ മുതിർന്നു വരാനാണ്. പരസ്പര പൂരകമായ ഒരു ബന്ധം. മക്കൾ എന്ന നിലയിൽ മാതാപിതാക്കളെ അനുസരിക്കുവാനും സ്നേഹിക്കുവാനും ഇന്ന് സാധ്യമാകുന്നുണ്ടോ? വേഗത ഇഷ്ടപ്പെടുന്ന ലോകത്തിൽ നിശബ്ദതയുടെ കാത്തിരിപ്പിന്റെ സമയങ്ങൾ
നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം. ഒരു വാതിൽ തുറന്നു കിട്ടുവാനായി, ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാനായി, ഒരു വാഗ്ദത്ത നിവൃത്തിക്കായി, അങ്ങനെ പലതിനായും കാത്തിരിക്കേണ്ട അവസ്ഥയിൽ പിറുപിറുപ്പോടെയല്ല, ദൈവിക സമയത്തിനായി പ്രത്യാശയോടെ ഇരിക്കാം. കൃപയിൽ മുതിർന്നു വരുവാൻ ദൈവം നമ്മെ തയ്യാറാക്കുകയാണ്. പൂർണ്ണതയിലേക്ക് അവൻ നമ്മെ നയിക്കും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. വലിയ നോമ്പിന്റെ ഓരോ ദിനങ്ങളും ഓരോ കാത്തിരിപ്പാണ്. ഉയർപ്പിന്റെ സന്തോഷത്തിലേക്കുള്ള കാത്തിരിപ്പ്. ദൈവവചനം പഠിക്കാനും ധ്യാനിക്കുവാനും ദൈവിക ജ്ഞാനത്താൽ നിറയുവാനും നമുക്കും സമയം കണ്ടെത്താം. ഭവനങ്ങളിൽ മാതൃകയുള്ളവരാകാം. നിശബ്ദമായി ദൈവശബ്ദത്തിന് ചെവി കൊടുക്കാം. അവന്റെ സമയത്തിനായി വിനയപൂർവ്വം കാത്തിരിക്കാം. സമസൃഷ്ടികളെ സ്നേഹിക്കാം, കരുതാം, അവർക്കായി പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്കും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ വളരാം. നോമ്പ് പ്രത്യാശ നൽകുന്നതാകട്ടെ. യെശയ്യാ പ്രവാചകനോട് ചേർന്ന് നമുക്കും പറയാം, നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവനു വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾ വചനധ്യാനത്തിലും നീയുമായുള്ള സംസർഗത്തിലും ചെലവഴിക്കുവാൻ കൃപ നൽകണമേ. ജ്ഞാനത്തിലും വളർച്ചയിലും മാത്രമല്ല, ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വരുവാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണമേ. ആമേൻ.